സമരം ഘടിപ്പിച്ചിരിക്കുകയാണ് ആശാപ്രവർത്തകർ. സെക്രട്ടേറിയറ്റ് പടിക്കൽ മുടി മുറിച്ചാണിന്നവർ പ്രതിഷേധിച്ചത്. സർക്കാരിന് മുന്നിലേക്ക് മുറിച്ച മുടി എറിഞ്ഞാണ് അവർ പ്രതിഷേധിക്കുന്നത്. മുടി പൂർണ്ണമായി നീക്കം ചെയ്തും മുടി മുറിച്ചും ആശമാർ സമരം ഘടിപ്പിച്ചിരിക്കുകയാണ്. സംസ്ഥാനത്തെ മറ്റ് കേന്ദ്രങ്ങളിലും ആശാപ്രവർത്തകർ മുടി മുറിച്ച് പ്രതിഷേധത്തിൽ പങ്കാളികളായിട്ടുണ്ട്. 50-ാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ് സെക്രട്ടേറിയറ്റ് പടിക്കൽ സമരം ചെയ്യുന്ന ആശാപ്രവർത്തകരുടെ സമരം. സമര നേതാവ് മിനിയാണ് ആദ്യം മുടി മുറിച്ചത്. പത്മജ എന്ന ആശാപ്രവർത്തക തല മുണ്ടനം ചെയ്തുകൊണ്ടാണ് തന്റെ പ്രതിഷേധം രേഖപ്പെടുത്തിയത്. എത്രത്തോളം മുടി മുറിക്കണമെന്നത് ഓരോരുത്തരുടെയും വ്യക്തിപരമായ തീരുമാനമാണ് എന്ന് സമര നേതാക്കൾ പറഞ്ഞിട്ടുണ്ട്. ആവശ്യങ്ങൾ അംഗീകരിക്കുന്നതുവരെ സമരം തുടരാനാണ് ഇവരുടെ തീരുമാനം. പല ആശാപ്രവർത്തകരുടെയും കണ്ണ് നിറഞ്ഞു ഒഴുകുന്നുണ്ടായിരുന്നു. ഫെബ്രുവരി 10-ാം തീയതിയാണ് വിവിധ ആവശ്യങ്ങളുമായി ഒരു കൂട്ടം ആശാപ്രവർത്തകർ സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം തുടങ്ങിയത്. രാപ്പകൽ സമരം 50-ാം ദിവസത്തിലേക്ക് എത്തിയതോടുകൂടിയാണ് ആശാപ്രവർത്തകർ മുടി മുറിച്ചത്. കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ നേതാക്കളും പ്രവർത്തകരും ഉൾപ്പെടെ നിരവധി പേർ സമരവേദിയിൽ മുടി മുറിക്കൽ സമരത്തിൽ പങ്കാളികളായി. മുടിമുറിക്കൽ സമരത്തോടുകൂടി ആഗോളതലത്തിൽ സമരത്തിന് പിന്തുണ ഏറുമെന്നാണ് ഇവർ പ്രതീക്ഷിക്കുന്നത്. അതേസമയം ആശാപ്രവർത്തകരുടെ നിരാഹാര സമരം 12-ാം ദിവസത്തിലേക്കാണ് കടന്നിരിക്കുന്നത്. നിരാഹാര സമരം 11-ാം ദിവസത്തിലേക്കും കടന്നു.